നമസ്കാരം, ഞാൻ ഡോക്ടർ മെറിൻ ടോമി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്കിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. ഡയബറ്റിക്കിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. എന്നാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഈ ഒരു ആഴ്ചകളായിട്ട് ഡയബറ്റിനെ കുറിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്നത്. ഹ്യൂജ് ഇറെഗുലാരിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് മെഡിസിൻസ് ഇൻ ഇന്ത്യ. How our greedy drug dealers hit the bus selling drug in Europe without an operation to improve health. ഇത് വേറെ ആരല്ല, ഡോക്ടർ പ്രേം സ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ എൻഡോക്രൈനോളജിസ്റ്റ്. പുള്ളിയുടെ ആർട്ടിക്കിളിൽ പറയുന്നതാണ്. ഡോക്ടർ പ്രേം സ്വാമി എന്ന എൻഡോക്രൈനോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ടുഡേ മോസ്റ്റ് ഓഫ് ദ ഡയബറ്റിക് ട്രീറ്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ മെറ്റ്ഫോർമിൻ. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. മെറ്റ്ഫോർമിൻ ഈസ് എ റോഡ് ടു ഡിസീസ് ആൻഡ് എയർലി ഡെത്ത് എന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മെറ്റ്ഫോർമിന് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ള ഒരു മെഡിസിൻ ആണെന്ന്? മെറ്റ്ഫോർമിന്റെ ഒത്തിരി റിപ്പോർട്ട്സുകൾ കൊറോണ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട്സൊക്കെ കാണുന്നില്ല. അതായത് ഗൂഗിളിൽ നിന്നൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഡോക്ടർ പ്രേം സ്വാമി വന്നിരിക്കുകയാണ്. ഇതുപോലെ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റ്ഫോർമിൻ്റെ കണ്ടന്റ് ചേരുന്ന മറ്റു മെഡിസിൻസ് ആണ് ലൈക്ക് ഗ്ലൈക്കോമെറ്റ്, അതുപോലെ തന്നെ ബാഗോമെറ്റ്, വെറോമെറ്റ്ഫോർമിൻ, അതുപോലെ തന്നെ ഗ്ലൈക്കോൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിസിനും നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് തിക്കൻ ചെയ്യാൻ തുടങ്ങും. അതായത് ബ്ലഡ് കട്ടി പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അവയവങ്ങൾ, കിഡ്നി, ലിവർ, ഇതൊക്കെ നശിച്ചു തുടങ്ങും. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വയറിൽ കിടക്കുന്ന ആസിഡ്, ഈ ആസിഡ് എല്ലാ ഇന്റേണൽ ഓർഗൻസിലോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? ഓർഗൻസിൻ്റെ സെല്ലൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ എല്ലാ ഓർഗൻസ് അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും നശിക്കാൻ തുടങ്ങും ഈ ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് നോർമൽ മീൻസ് നിങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്ന് കാണുന്നു. ഉടനെ നിങ്ങൾക്ക് ഈ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ 1 മാസം അല്ലെ 2 മാസം ഈ മെഡിസിൻ കഴിക്കുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് കുറവുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസത്തിന് ശേഷം ഈ മെഡിസിനിലും നിൽക്കുന്നില്ല നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ കരുതും ഓക്കെ, ഞാൻ ഫുഡൊന്നും ശരിക്കും നോക്കുന്നില്ലാത്തതുകൊണ്ടാണെന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കും. എന്നിട്ട് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തേലും ഡോക്ടറെ ഞാൻ എന്താ ചെയ്യേണ്ടത്, മെഡിസിൻ മാറ്റണോ? പല ആൾക്കാരും മെഡിസിൻ മാറ്റാണ്ട് വർഷങ്ങളായിട്ട് ഇതാണ് ഷുഗറിൻ്റെ മെഡിസിൻ, സോ ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തേക്കാന്ന് കരുതി കഴിക്കുന്ന ആൾക്കാരുണ്ട്. വീണ്ടും രണ്ടാമത്തെ കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് വീണ്ടും ഡോസ് കൂടിയ മെഡിസിൻസ് തരുന്നു. നിങ്ങളത് വീണ്ടും വീട്ടിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇതിങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണേ? ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ. ഓരോ തവണയും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നു, അതായത് ഭയങ്കര ഹൈ ഡോസ് ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നു, കൺട്രോൾഡ് ആവുന്നു, വീണ്ടും അതിനേക്കാളും കൂടുതൽ പഴയതിനേലും കൂടുതൽ ഷുഗർ ആവുന്നു. ഈ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാ? ഇന്റേണൽ ഓർഗൻസ് ഡാമേജ് ആവുകയും അതുപോലെ തന്നെ സെൽസ് ഡാമേജ് വരുന്നു. അതുപോലെ ഡിവൈഡ് ആവുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് അബ്നോർമലായിട്ട് ഡിവൈഡ് ആവും. അങ്ങനെയാണ് ഓങ്കോളജിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് 28% ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ക്യാൻസർ പേഷ്യൻ്റായി മാറുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ് പ്രഷറും കൊളസ്ട്രോളും അവർക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇതിന് കാരണം കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിനും പ്രഷർ ഉണ്ടാവുന്നതിനുമുള്ള കാരണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടി കഴിയുമ്പോൾ റാപ്പിഡ് അക്യുമുലേഷൻ ഉണ്ടാവും ബ്ലഡ് വെസലിൽ കൊളസ്ട്രോൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബ്ലഡ് വെസലിൽ കൊളസ്ട്രോൾ ഇങ്ങനെ ലൈക്ക് ഫാറ്റ് ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ബ്ലഡിന്റെ ഫ്ലോ, അതായത് ഓൾറെഡി ഇൻസുലിൻ കൂടുതലായതുകൊണ്ട് ബ്ലഡ് തിക്കനായിരിക്കും. അപ്പം ബ്ലഡിന്റെ ഒഴുക്ക് കുറയാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിന്റെ ലൈക്ക് ബ്ലഡ് പ്രഷർ കൂടും. അതാണ് ഓൾമോസ്റ്റ് ആൾക്കാരിലും ഇതുപോലെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഡയബറ്റിക്കാരിൽ അതിൻ്റെ കൂടെ സംഭവിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനൊരു ധാരണയുണ്ട്, ഞങ്ങൾ മരിക്കുന്നിടം വരെ എന്താണേലും ഷുഗർ വന്നു, ഇനി മരിക്കുന്നിടം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, അപ്പോൾ ഇതിന് മെഡിസിൻ എടുത്തേക്കാം എന്ന് നിങ്ങൾ സീരിയസ് ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് തലേന്ന് വരെ നിങ്ങൾ ഇങ്ങനെ കരുതും. അതുവരെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നത് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെഡിസിൻ നിങ്ങൾ എടുക്കുന്നത്
ഒന്നോ രണ്ടോ മെഡിസിൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അതിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിലാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതോ മെഡിസിൻ എടുക്കണതിലാണോ? അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിലാണ് നിങ്ങൾ ആദ്യം ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ലോ കാർബായിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പറായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. അപ്പം ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രമേഹ രോഗികളാവുന്നതിന് കാരണം തന്നെ നമ്മൾ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പാൻക്രിയാസ് ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ളൊരു ടൈം അവസരവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്